അപ്പോൾ നമ്മുടെ ഫൈറ്റർ കുട്ടൻ്റെ ബ്രീഡിങ് അത് പരാജയപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ബ്രീഡിങ്ങിൽ നമ്മൾ ആദ്യം മുതലേ ചില കാര്യങ്ങളൊക്കെ പാലിക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് നമ്മുടെ ഫൈറ്റർ ബ്രീഡിങ് പരാജയപ്പെട്ടത്. ആദ്യം തന്നെ നമ്മുടെ മെയിലിനെയും കൂടെ ഇണക്കി നമ്മൾ ഇതുപോലെ ഈ ടാങ്കിലേക്കാണ് നമ്മൾ ഇട്ടിരുന്നത്. അതുപോലെ തന്നെ എഗ്ഗെല്ലാം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫീമെയിലിനെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ നമ്മുടെ മെയിൽ എഗ്ഗെല്ലാം കളക്ട് ചെയ്ത് വെച്ച് കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞ് വന്നതാണ്. പക്ഷെ അത് പിന്നീട് അതിനൊരു ഗ്രോത്ത് ഉണ്ടായില്ല. പിന്നെ ഇതിനകത്ത് കാണാതെ തന്നെ വന്നു, ഒരൊറ്റ കുഞ്ഞുങ്ങളെ പോലും കാണാതെ വന്നു. അത് പല കാരണങ്ങൾ കൊണ്ടാണ് അത് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ മെയിൽ ചിലപ്പോൾ കുട്ടികളെ തിന്നാനായിട്ടൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളം ചീത്തയായി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലൊരു ചെറിയൊരു പാട പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പാട പോലെ എന്ന് പറയാൻ നേരത്തിൽ എണ്ണ പോലെ മയം പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. ആദ്യത്തെ ബ്രീഡിങ്ങിന് വലുതായി വന്നിട്ട് അത് വെള്ളത്തിൻ്റെ എന്തോ മോശം കാരണം അത് പോയതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ വട്ടത്തെ ബ്രീഡിങ്ങാണ് പരാജയപ്പെട്ടത്. കാരണം ഈ ബബിൾസ് എല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ബബിൾസിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ചിലത് വിജയിച്ചിട്ടുണ്ട്, ചിലത് ഇപ്പോഴും ഉണ്ട്. ചില കുട്ടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചില കുട്ടികൾ മാത്രം 1, 2, 3 ഒക്കെ ഇതിനകത്തുണ്ട്. 200-300 വരേണ്ടതാണ്. പക്ഷെ അതിപ്പോൾ നിലവിലത് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടൊരവസ്ഥയാണ്. അപ്പോൾ ഇത് നമുക്ക് അടുത്ത ബ്രീഡിങ്ങിന് നമുക്കത് വിജയിപ്പിച്ചെടുക്കാം. അങ്ങനെ ആക്റ്റീവാണ്. ഒരു ബ്രീഡിങ്ങിന് ശേഷം ഈ ഫൈറ്റർ ഇച്ചിരി പതുങ്ങുന്നൊരു സമീപനമുണ്ട്. കാര്യം വലിയൊരു ആക്റ്റീവ് ആയിരിക്കത്തില്ല. പിന്നെ ഈ ഒരു പാത്രത്തിലേക്കൊക്കെ മാറ്റി കുറച്ച് വിടുമ്പോഴാണ് കൂടുതൽ ആക്റ്റീവായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ബ്രീഡിങ്ങിന് പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം.